ഈ ഓപ്പർച്യൂണിറ്റികൾ എന്ന് പറയുമ്പോൾ നേരിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിലേക്ക് വന്ന് നിൽക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സയൻസ് ആണ് കോയിൻസിഡന്റൽ സയൻസ്. നിമിത്ത ശാസ്ത്രം എന്നൊക്കെ ആയിരിക്കാം മലയാളത്തിൽ പറയുന്നത്. കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ പല ഇൻസിഡന്റുകൾ കണക്റ്റഡ് ആയിട്ട് വരുന്നതിനാണ് കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. സപ്പോസ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അങ്ങോട്ട് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകളുണ്ട്, നോർത്തിലേക്കുള്ള ട്രെയിനുകളുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ ഒരു റെഡ് കളർ ഷർട്ട് ഇട്ട ഒരാളെ കാണും, അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ ഷർട്ട് ഇട്ട ആളെ, എല്ലാം റെഡ് ആക്കണ്ട, ബ്ലൂ കളർ ഷർട്ട് ഇട്ട ആളെ കാണും. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ റെസ്റ്റോറന്റിൽ പോയി നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ അവിടെ നിന്ന് ഒരു ചായ കുടിക്കും. അതിനുശേഷം നിങ്ങൾ ഒരു ഷോപ്പിൽ കയറി ഒരു മാഗസിൻ വാങ്ങുന്ന സമയത്ത് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയുള്ള ഷോപ്പിൽ അവിടെയും ആ വ്യക്തിയെ കാണുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇയാൾ എവിടെ ഉണ്ടല്ലോ. നിങ്ങൾ പോകുന്ന തിരുവനന്തപുരത്തേക്കാണ്. നിങ്ങൾ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിൽ കയറുമ്പോൾ അതാ ആ ബോഗിയിൽ തന്നെ ഈ വ്യക്തിയും വന്ന് കയറിയിട്ട് ഒരുപക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുന്നത്, ഓ ഇതെന്തോ അത്ഭുതമാണല്ലോ, എവിടെ പോയാലും ഇങ്ങനെ കാണുമല്ലോ എന്നാണ്. പക്ഷെ ഇതൊരു കോയിൻസിഡൻസ് ആണ്, പ്ലാൻഡ് ഇവന്റ് എന്ന് പറയും. ലോകത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം കോയിൻസിഡൻസുകളെ മീനിങ് ഫുൾ ആക്കിയവരാണ്, കോയിൻസിഡൻസുകളിൽ നിന്ന് മീനിങ് കണ്ടെത്തിയവരാണ്. അപ്പൊ എന്താ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ എനിക്ക് ചെയ്യാനുള്ളത്? ഞാൻ ആ വ്യക്തിയെ ഒന്ന് നോക്കി പുഞ്ചിരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. വേണമെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാം, നമ്മൾ പലയിടത്തായി കാണുന്നു, എങ്ങോട്ടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടൊരു സൗഹൃദം. മേ ബി ഹൂ നോസ്, ഇതായിരിക്കാം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയിലേക്കുള്ള ഒരു ഡോർ. കാരണം ഈ വ്യക്തി പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു വ്യക്തിയുമായി ചേർന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്സിലൂടെ ആയിരിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നത്. ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഏത് സമയത്താണോ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടാവുന്നത്, അതിനുവേണ്ടി നിങ്ങളുടെ ഇന്റൻഷനും അറ്റൻഷനും പൂർണ്ണമായിട്ടും നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, ആ സമയം മുതൽ നിങ്ങളുടെ ബ്രെയിൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും. ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാകും.